My dear students, ഇന്ന് SSC CGL എന്ന എക്സാമിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും PSC എക്സാമിനെ കുറിച്ച് നല്ലോണം അറിയാം, അതുപോലെ SSC കുറിച്ച് അറിയില്ലായിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു എക്സാമാണിത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC നടത്തുന്ന വളരെ മോഹിപ്പിക്കുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. അത് നിങ്ങൾക്കറിയാമായിരിക്കും. IAS, IPS, IFS, IRS എക്സെട്ര അല്ലെ, അത് നടത്തുന്നവരാണ് UPSC. പക്ഷേ ഈ CGL നടത്തുന്നത് SSC ആണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. CGL എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. അതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഡിഗ്രി പാസ്സായിട്ടുള്ള ആർക്കും ഈ എക്സാം എഴുതാം. ഈ എക്സാമിന് 4 ലെവൽസ് ആണ് ഉള്ളത്. ടയർ 1, ടയർ 2, ടയർ 3, ടയർ 4. 4 ലെവൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിച്ചു പോയത്. അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ടയർ 1 200 മാർക്കിനാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് പറയാം. അത് ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. ടയർ 1-ന് 200 മാർക്കിനാണ് എക്സാം. 50 മാർക്കിന് മാത്സ്, 50 മാർക്കിന് റീസണിങ്, 50 ഇംഗ്ലീഷ്, 50 GK ജനറൽ അവയർനെസ്. അതാണ് ടയർ 2. 400 മാർക്കാണ്. 200 മാർക്ക് മാത്സും 200 മാർക്ക് ഇംഗ്ലീഷുമാണ്. മാത്സ് 100 ക്വസ്റ്റ്യൻ കാണും, ഓരോന്നിന് 2 മാർക്ക് വെച്ച്. ഇംഗ്ലീഷ് ആണെങ്കിൽ 1 മാർക്ക് വെച്ച് 200 ക്വസ്റ്റ്യൻ കാണും. 200, 400. ടയർ 3 എന്ന് പറയുന്നത് ഇത് രണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ടയർ 1ഉം ടയർ 2ഉം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ടയർ 3യോ ഡിസ്ക്രിപ്റ്റീവ് ആണ്, പെൻ ആൻഡ് പേപ്പർ മോഡാണ്. അത് 100 മാർക്കിനാണ്. എക്സാം ഇംഗ്ലീഷിലാണ്. ഒരു എസ്സേയും ഒരു ലെറ്റർ റൈറ്റിംഗ്, ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ ടയർ 4. ടയർ 4 അത് സ്കിൽ ടെസ്റ്റ് എന്ന് പറയും. അത് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ടൈപ്പിങ്ങിലൊക്കെ സ്പീഡ് വേണം. ചിലതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. കൂടുതലായിട്ട് പറയുന്നത് പറഞ്ഞല്ലോ. ടൈപ്പിംഗ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് എന്ന് പറയും. അതിന്റെ കൂടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനാണ്. അത് എവിടെ വെച്ചാണ്? ബാംഗ്ലൂർ വെച്ചാണ് അത് നടത്തപ്പെടുന്നത്. മറ്റേതൊക്കെ നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്തതനുസരിച്ചാണ്. അതായത് ഇന്ത്യ 9 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. 9 സോൺ. അതില് നമ്മള് കേരള, കർണാടക റീജിയൻ എന്ന് പറയുന്ന സോണിൽ വരും. അപ്പൊ നമ്മൾ അവിടെ എഴുതുന്നു, നമുക്ക് പോസ്റ്റിംഗ് ഇവിടെ തന്നെ കിട്ടും. പിന്നെ കേരളത്തിൽ തന്നെ കിട്ടും. കാരണം കേരളത്തിലും കർണാടകത്തിലും കിട്ടാം. പക്ഷെ കർണാടകത്തിൽ നിന്ന് പോകേണ്ടി വരില്ല. കാരണം കേരളത്തിൽ തന്നെ കൂടുതൽ വേക്കൻസി ഉണ്ട്. അത്രയും വേക്കൻസി ഈ കണക്കാക്കിയുള്ള കേരളത്തിലുള്ളവർ പാസ്സാകണമെന്നില്ല. അതിന് കാരണം കേരളത്തിന് പൊതുവെ എങ്ങനെയുണ്ട്, ഈ SSC എക്സാം സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്, അത് ഇവിടെയുള്ളവർക്കൊന്നും കിട്ടൂല എന്നൊരു തോന്നലുണ്ട്. അതിന് കാരണം നമ്മൾ പഠിക്കാത്തുണ്ടാവും. ഇപ്പൊ ഇടക്കാലത്ത് ഒരു 6-7 വർഷമായിട്ടാണ് ഇവിടെ ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് വന്നത്. അതുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു 4-5 വർഷമായിട്ട് മാത്രമാണ് ഈ കോച്ചിങ് ഒക്കെ ഇവിടെ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ മറ്റു സ്റ്റേറ്റുകാരെക്കാളും ബെറ്ററാണ്. സിവിൽ സർവീസിനൊക്കെ ഫസ്റ്റും സെക്കൻഡും തേർഡ് റാങ്കൊക്കെ വാങ്ങിച്ചിരിക്കും. ഇവിടെ നമ്മള് SSC നേരെ പഠിക്കുന്നില്ല, പഠിക്കാതെ കിട്ടുക. അതാ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ പറയാം. അപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ ജോബ് കിട്ടും. അതാണ് എന്റെ രീതി. അപ്പൊ കേരള, കർണാടക റീജിയനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. കേരളത്തിൽ തന്നെ നമുക്ക് സെന്ററുകളുണ്ട്, അവിടെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഒരു CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എല്ലാ വർഷവും വിളിക്കും. എത്ര പേര് അപ്ലൈ ചെയ്യും? ആവറേജ് 30 lakhs ആണ്. 30 ലക്ഷം പേര് ഈ എക്സാമിന് അപ്ലൈ ചെയ്യും. ലേഡീസിനാണെങ്കിൽ, പെൺകുട്ടികൾക്കാണെങ്കിൽ ഫീസ് ഇല്ല. ആൺകുട്ടികൾക്കാണെങ്കിൽ 100 രൂപ ഫീസ്, അത്രേ ഉള്ളൂ.
ബാങ്ക് ടെസ്റ്റിനൊക്കെ ആകുമ്പോൾ നല്ല റേറ്റ് ആകും. ഇവിടെ റേറ്റുകളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ചിലരൊക്കെ വെറുതെ അങ്ങ് അപ്ലൈ വെറുതെ ചെന്ന് എഴുതും. അങ്ങനെയുണ്ട്. ഇപ്പൊ 30 ലക്ഷം പേര് അപ്ലൈ ചെയ്താൽ ഈ ടയർ 1 എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം നേരെ പകുതിയായിരിക്കും ശരാശരി. അതായത് ഒരു 15 lakhs ആൾക്കാര് എഴുതാം. സാധാരണ എത്ര പേര് അപ്ലൈ ചെയ്യുന്ന പകുതി പേര് സാധാരണയായിട്ട് എഴുതാറുള്ളൂ. അതാണ് പറഞ്ഞത്. ഇപ്പൊ ടയർ 1 എക്സാമിന് എത്ര പേര് എഴുതും? 15,000. 15 5 പൂജ്യം പോലെ. സോറി, 15 lakhs. 30 lakhs ആണ്. അതിന്റെ പോലെ 15 lakhs. 15 ലക്ഷം പേരാണ് എന്ത് ചെയ്യുന്നത്? ടയർ 1 എക്സാം എഴുതാൻ പോകുന്നത്. 15 ലക്ഷം പേര് ടയർ 1 എക്സാം എഴുതാൻ പോയാൽ അതില് പാസ്സാക്കുന്നത്, അതായത് എത്ര പേരാണ് സെലക്ട് ചെയ്യുന്ന വെച്ചാൽ ഈ 15 ലക്ഷത്തിന്റെ 10-1 സെലക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ 15 ലക്ഷം ഇത്രയും പേര്, 10-1 പൂജ്യം പറഞ്ഞാൽ പോലെ 1.5 ലക്ഷം, 1,50,000 പേരുടെ ലിസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ടയർ 1 എക്സാം കഴിഞ്ഞ് എഴുതുന്നത്. അത് കണക്കാക്കി ഒരു കട്ട് ഓഫ് അവർ നിശ്ചയിക്കും. ഓരോ വർഷവും കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലാക്കാം. ഇപ്പൊ 30 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നു, 15 ലക്ഷം പേര് എഴുതുന്നു. അതിൽ ടയർ 1 എക്സാം എഴുതി കഴിഞ്ഞാൽ ലിസ്റ്റ് വരുമ്പോൾ എത്ര പേര് കാണും? ഒരു 1.5 ലക്ഷം പേര് ശരാശരി ഉണ്ടായിരിക്കും. ഈ 1.5 ലക്ഷം പേരാണ് എന്ത് ചെയ്യുന്നത്? ടയർ 2 എക്സാം എഴുതാൻ പോകുന്നത്. ടയർ 2 400 എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് മാത്സ് 2 പേപ്പറേ ഉള്ളൂ. ഈ ടയർ 2 കട്ട് ഓഫ് നിശ്ചയിക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിന്റെ 1/3 പേര് ലിസ്റ്റിൽ വരണം. എന്ന് പറഞ്ഞാൽ എത്ര? 50,000 പേര് ലിസ്റ്റിൽ വരത്തക്ക രീതിയിലാണ് സാധാരണ, അല്ലെങ്കിൽ 50,000 പേര് ലിസ്റ്റാണ് സാധാരണ ഇടുന്നത്. അപ്പൊ ഇതിന്റെ 1/3 എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ടയർ 1 എത്ര പേര് എഴുതും? 15 ലക്ഷം. ടയർ 1 എഴുതി കഴിഞ്ഞാൽ ലിസ്റ്റിൽ എത്ര പേര് കാണും? അതിന്റെ 10-1 1,50,000. ടയർ 2 അപ്പൊ എഴുതാൻ പോകുന്ന ഇത്രയും പേരാണ്. ടയർ 2 പാസ്സാകുന്ന ഒരു ക്വാളിഫയിങ് എത്ര പേരാ? 50,000. ഇനി ടയർ 3 ഞാൻ പറഞ്ഞായിരുന്നു, അത് ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറഞ്ഞു. പിന്നെ പേപ്പർ നടന്നു. മറ്റേ 2 ഒബ്ജക്റ്റീവ് ആണ്, ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇതിനൊരു ക്വാളിഫൈ നേച്ചർ ആയിരുന്നു. 33% മാർക്കുകൾ എല്ലാവരും പാസ്സാവും എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും പാസ്സാവും. ഈ ടയർ 1 ടയർ 2 ഇംഗ്ലീഷ് നല്ല ടഫാണ്. അതൊക്കെ ക്വാളിഫൈ ചെയ്തവർക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അപ്പോ എല്ലാവരും പാസ്സും. പിന്നെ ചിലര് ചിലപ്പോൾ എന്ത് ചെയ്യും? ആബ്സെന്റ് ആവും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് ചിലർക്ക് കുറച്ച് പേരൊക്കെ ചിലർ എഴുതാൻ വരത്തില്ല. അപ്പൊ അവര് എത്രയായിട്ടൊക്കെ മാറാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 45,000 ആയിട്ടൊക്കെ മാറും. ഞാൻ പറഞ്ഞത് ഒരു വർഷം പൊതുവെ എഴുതുന്നവരുടെ എണ്ണമാണ്. ഇനി വേക്കൻസിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. സാധാരണയായിട്ട് 8,000 to 12,000, 8,000 മുതൽ 12,000 വരെ ആയിരിക്കും ശരാശരി വേക്കൻസി. അപ്പൊ നമുക്ക് ഇതിന്റെ ആവറേജ് 8,000 മുതൽ 12,000, അപ്പൊ ഒരു ആവറേജ് 10,000 എടുക്കാം. അല്ലേ? അപ്പൊ മിക്കവാറും ഇതിന്റെ ഒരു 5-5 ആയിരിക്കും ഇവിടെ വരിക. പൊതുവെ അങ്ങനെയാണ് സംഭവിക്കുക. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടയർ 3 എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എത്ര പേരുണ്ട്? 45,000. ഇതിൽ നമുക്ക് എത്ര പേര് എടുക്കണം? 10,000. PSC ലിസ്റ്റ് പോലെ അല്ല. ഇവിടെ നമുക്ക് ഒരു 1000 വേക്കൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു 7,000-8,000 പേര് ലിസ്റ്റ് ഇടുന്നത് അല്ലേ? സപ്ലി ഇങ്ങനെയൊക്കെ ഉണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റ്. ഇവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ആവശ്യം എത്ര പേരുണ്ട് അവരെ ലിസ്റ്റ് മാത്രം ഇടും. ഞാൻ പറഞ്ഞത് 10,000 പേര് വേക്കൻസി ഉണ്ടെങ്കിൽ 10,000 പേര് ലിസ്റ്റ് ലാസ്റ്റ് കാണും. അപ്പൊ ടയർ 4 എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ടെസ്റ്റ് എന്നാണ് പോകുന്നത്. ടൈപ്പിംഗ് കൂടുതൽ ഇറക്കണം. ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യും? ബസ്സുകാരൊക്കെ എന്ത് ചെയ്യും? ഫെയിൽ ആയി പോകും, ഡിസ്ക്വാളിഫൈ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് മിക്കവാറും ഒരു 40,000 ആയിട്ടൊക്കെ എന്ത് ചെയ്യും? ടയർ 4 കഴിയുമ്പോ ഈ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നവർ കഴിഞ്ഞ 40,000 വരാം. പക്ഷെ അത്രയും പേര് എടുക്കില്ല. 10,000 പേര് എടുക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പുതിയ കട്ട് ഓഫ് എല്ലാം കൂടെ ചേർത്ത് നേരത്തെ പ്രത്യേക കട്ട് ഓഫ് ഒക്കെ പറഞ്ഞു. അതൊന്നും അല്ല, 10,000 പേര് എടുക്കുന്ന രീതിയിൽ കട്ട് ഓഫ് കൂട്ടും. അപ്പൊ ആ കട്ട് ഓഫ് ഏത് കട്ട് ഓഫ് എടുക്കുമ്പോഴായിരിക്കും 10,000 പേര് വരുന്നത് നോക്കും. അങ്ങനെ ഒരു കട്ട് ഓഫ് നിശ്ചയിക്കുമ്പോ പിന്നെ എത്ര പേര് വരുള്ളൂ? പുള്ളി 10,000. അപ്പൊ ടയർ 4 കഴിഞ്ഞ് ലിസ്റ്റിൽ എത്ര പേര് കാണും? 10,000 പേരാണ് വേക്കൻസി. 10,000 പേരെ കാണുള്ള ആ ലിസ്റ്റില്. പിന്നെ വേറെ പ്രത്യേകത ഉള്ളത്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ ഓപ്ഷനൊക്കെ അതിനകത്തുണ്ട്. കുറേ വേണം. 10-25 പുറത്ത് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് സൗകര്യം പോലെ നമ്മളിതിനെ മാർക്ക് ചെയ്താൽ വിടാറ്.
പിന്നീട് എക്സാം എഴുതി തുടങ്ങി കഴിയുമ്പോൾ കാരണം കിട്ടിയ ടൈപ്പ് കിട്ടിയ കഴിഞ്ഞപ്പോൾ ഒരു അന്ന് പോയി കൊടുത്ത ഓപ്ഷൻ എനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മതിയായിരുന്നു. സെയിൽ ടാക്സ് ആദ്യമല്ലേ കൊടുത്തു. അപ്പൊ ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, കസ്റ്റംസ് സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ കിട്ടും. പിന്നെ എ ഉണ്ട്, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ഉണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ക്ലാസ് കൊണ്ട് തീരില്ല. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചവർക്ക് JSA ഉണ്ട്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ. അപ്പൊ അതിനൊക്കെ വേറെ 1-2 എക്സാം കൂടെ ഉണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ അത് എടുത്താൽ പോരായിരുന്നു. അപ്പൊ ആദ്യം കൊടുത്ത ഓപ്ഷൻ മാറ്റണമെന്ന് തോന്നും പലർക്കും. അതിനുള്ള സൗകര്യം SSC ചെയ്യുന്നുണ്ട്. നമ്മള് ഈ 4ാമത്തെ പേര് എഴുതാൻ അവിടെ പോകുന്നില്ലേ? നമ്മള് ടേക്കിംഗ് ടെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, സ്കൂൾ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നാണെന്ന് പറഞ്ഞില്ലേ ബാംഗ്ലൂര്. അപ്പോഴേ നമുക്ക് ഈ ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് ഏതാണ് ഇഷ്ടം. നമ്മൾ സാധാരണ കോളേജ് അഡ്മിഷൻ എടുക്കുമ്പോൾ എന്താ ചെയ്യുക? പിന്നെ +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ചവർ മാത്സ് എടുക്കാം, ഫിസിക്സ് എടുക്കാം, കെമിസ്ട്രി എടുക്കാം, ബയോളജി എടുക്കാം. അവർക്ക് മാത്സ് ആയിരിക്കും ഇഷ്ടം. അപ്പൊ മാത്സ് മെയിൻ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വയ്ക്കുക, അല്ലേ? സെക്കൻഡ് ചോയ്സ്. അപ്പൊ അവരുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും വയ്ക്കുക. മാർക്ക് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചുള്ളത് കിട്ടുള്ളൂ. മാർക്കിൽ കുറവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവസാനത്തെ ചോയ്സ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, അല്ലേ? അതുപോലെ പലരും ഇതിനെ ചോയ്സ് കൊടുത്തിരിക്കും, അതനുസരിച്ചായിരിക്കും ലാസ്റ്റിൽ ഇത് തരുന്നത്. ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒരു റീ ഓപ്ഷൻ കൂടി ചെയ്യാൻ കൊടുക്കാനുള്ള ഒരു അവസരം കൂടി ലാസ്റ്റ് തരും. അപ്പൊ നമ്മൾ അതോടെ കൊടുക്കും. അതനുസരിച്ചായിരിക്കും ഈ 10,000 പേര് ലിസ്റ്റ് എടുത്തത്. അപ്പൊ നമ്മളെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ ഓപ്ഷൻ, ഇന്ന ഡിപ്പാർട്ട്മെന്റ്, അടുത്ത ആൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് 10,000 പേര് ലിസ്റ്റ് എടുക്കും. അതിന് 3 മാസത്തിനകത്ത് അപ്പോയിന്റ്മെന്റ് അറേഞ്ച് ചെയ്യും. അതാണ് പ്രൊസീജിയർ. എല്ലാ വർഷവും എന്ത് ചെയ്യും? അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ആകെ എത്ര പേരാണ് എക്സാം എഴുതിയത്? 15 ലക്ഷം പേര്, അല്ലെ? എത്രയാണ് വേക്കൻസി? 10,000. അപ്പൊ 15 ലക്ഷം പേര് ആണ് ആകെ എഴുതിയത്. എത്രയാണ് വേക്കൻസി? അവസാന ലിസ്റ്റ് എത്ര? 10,000 പേര്, 10,000. ഇതില് 4 0 വരുമെങ്കിലും 4 0 പോലേ. അപ്പൊ എന്താ കിട്ടി? 1/150. എന്താ അതിന്റെ പോസിബിലിറ്റി? ഓരോ 150 പേരിലും ഒരാള് സെലക്ഷൻ ആവും എന്നാണ് എന്റെ അർത്ഥം. കേരളത്തിൽ എത്രത്തോളം ആവില്ല, നോർത്ത് ഇന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല. കേരളത്തിൽ ഇനിയിപ്പോ കുറച്ചുള്ള നാൾ കഴിയുമ്പോൾ കേരളത്തിലുള്ളവരായിരിക്കും മുൻപന്തിയിൽ വരിക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ശരാശരി പറഞ്ഞ ഇതാണ്. മൊത്തത്തിൽ നോക്കിയാൽ ഓരോ 150 പേരിലും ഒരാൾ കിട്ടും. അതാണ് പൊതുവെ ഇപ്പൊ നടന്നു വരാറ്. ഏകദേശം എല്ലാ വർഷവും ഏകദേശം ഇതാണ്. ചാൻസ് ഒക്കെ ഉള്ളതാ. ഞാൻ വേറെ എക്സാമ്പിൾ നമ്മൾ PSC കേസ് എടുക്കാം. 2019 തന്നെ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ എക്സാം നടന്നില്ലേ? അതിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ. എത്ര പേരാണ് എഴുതിയത്? 20 lakhs ആണ്. 20 lakhs. 20 lakhs. 20 പൂജ്യമാണ്, 20 lakhs അല്ലേ? അതിന്റെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. PSC എഴുതുന്നവർക്ക് അറിയാം. 7,000-ഓളം പേരെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ ഈ 3 വർഷമായിട്ടുള്ള വേക്കൻസി തന്നെ യൂണിവേഴ്സിറ്റി പറയുന്നത്, അല്ലെങ്കിൽ PSC പറയുന്നത് 1000 ആണ്. പറഞ്ഞിട്ടുള്ളത് 1000. ഈ 3 വർഷം കൊണ്ട് 1000 പേര് എടുക്കാം എന്നാണ്. ലിസ്റ്റ് 7,000 പേര് ഇട്ടിട്ടുണ്ട്. ഈ 3 വർഷം കാത്തിരുന്ന ഒരു 1000 പേര് എടുക്കാം. അപ്പൊ നോക്കാം. എത്ര വന്നു? 2000 വന്നു. കേരളത്തിലുള്ളവരാണ്, കാറ്റഗറി അല്ലേ? ഓരോ 2000 പേരിലും ഒരാളെ കിട്ടൂ. അപ്പൊ ആ ചാൻസ് ഒന്ന് കുറവെന്ന് നോക്കൂ, അല്ലേ? 2000 പേരിൽ ഒരാളെ ആണ് കിട്ടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ലിസ്റ്റിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഗ്രാജുവേറ്റ് ലെവൽ, ഡിഗ്രി ലെവൽ എക്സാം അല്ലേ PSC-യുടെ? ഇത് SSC-യുടെ ഡിഗ്രി ലെവൽ എക്സാം. ഇവിടെ നോക്കുന്ന ചാൻസ് 150 ഇത് 2000 അപ്പൊ ചാൻസ് കൂടുതലാണ് ഇവിടെ. എങ്ങനെയാണ് പഠിക്കുന്നതെന്നും എന്തൊക്കെ ഉണ്ടെന്നും അത് അതിന്റെ ടൈമിങ് 1 മണിക്കൂർ അവിടെ എഴുതാൻ നല്ല സ്പീഡ് വേണം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് അവിടെ പറയാനൊന്നും തീരത്തില്ല. അത് ഞാൻ ഒരു 2-3 പാർട്ടായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് പറഞ്ഞ് നിർത്തുകയാണ്. വളരെ ഒരു കാര്യം കൂടി പറയാം. ഇത് സാലറി ഒക്കെ അറിയണ്ടേ? CGL സാലറി എത്രയെന്ന് അറിയാം. 2-3 രൂപ ഉണ്ട്. 72,000 വരെ ഫസ്റ്റിൽ വാങ്ങുന്നത്. 71,000 സംതിങ് ആണ്. നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 72,000, 72,000 രൂപയാണ് നമുക്ക് ആദ്യം കയ്യിൽ കിട്ടുന്നത്. PSC-യിലൊക്കെ ആണെങ്കിൽ അതിന്റെ പകുതി പോലും കിട്ടില്ല, അറിയാം. ബാങ്കിലും കിട്ടൂല. ബാങ്കിനും ക്ലറിക്കൽ പോസ്റ്റിനൊക്കെ 25,000 വരും. പിന്നെ മറ്റേ BO പ്രൊഫഷണൽ ഓഫീസർ, അതൊക്കെ 35,000 സംതിങ് വരും. അതിന്റെ ഡബിളാണ് ആർക്കുള്ളത്? SSC-ക്ക് ഉള്ളത്.
ഒരാഴ്ചയിൽ 5 ദിവസം പോയാൽ മതി. ശനി ഞായർ വീട്ടിലിരിക്കണം. എന്തെല്ലാം നമുക്ക് ആനുകൂല്യങ്ങളാണുള്ളതെന്ന് അറിയാമോ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഇപ്പോഴേ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർ അതിനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നുണ്ട്.